ഓം ശാന്തി. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു സന്യാസി എത്തിച്ചേർന്നു. ആ സന്യാസി വളരെ ശാന്തനും സ്ഥിരചിത്തനും എല്ലാവരോടും സ്നേഹം നിറഞ്ഞവനുമായിരുന്നു. അദ്ദേഹം ആരോടും യാതൊന്നും തന്നെ സംസാരിച്ചിരുന്നില്ല. പകരം അദ്ദേഹം ഒരു പഴയ ക്ഷേത്രത്തിൽ വന്നിരുന്ന് ധ്യാനിക്കും. എല്ലാ ദിവസവും പതിവായി അദ്ദേഹം അവിടെ വന്നിരിക്കും. പതുക്കെ പതുക്കെ അന്നാട്ടിലെ ആളുകളെല്ലാം അദ്ദേഹത്തിന് ചുറ്റും കൂടി അവരുടെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ ആരായി തുടങ്ങി. അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവരുടെ ചോദ്യങ്ങളെല്ലാം കേട്ട് ഒറ്റ വാക്യത്തിൽ ഉത്തരം പറഞ്ഞു: നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിന്റെ പരിഹാരവും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആരെന്ത് ചോദിച്ചാലും അദ്ദേഹം പൊതുവായി നൽകുന്ന ഒറ്റ വാക്കിൽ ഉത്തരം ഇതാണ്: ലുക്ക് ഇൻസൈഡ് യുവർ സെൽഫ്, there lies your destination. അങ്ങനെ ഇരിക്കെ ആ ഗ്രാമത്തിലെ ഒരു യുവാവ് ഉണ്ടായിരുന്നു. ആ യുവാവ് വളരെയധികം പരവശനായിരുന്നു. അദ്ദേഹം ധാരാളം ധർമ്മശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിരുന്നു. പല ഗുരുക്കന്മാരുടെക്കലും പോയിരുന്നു. അവരുമായെല്ലാം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എങ്കിൽ തന്നെയും ആ യുവാവ് തികച്ചും അശാന്തനായിരുന്നു. ആ യുവാവ് ഈ ക്ഷേത്രത്തിൽ സാധുവിന്റെ അടുത്തെത്തി ചോദിച്ചു: അങ്ങ് യാതൊന്നും തന്നെ സംസാരിക്കുന്നില്ലല്ലോ, എന്നിട്ട് എങ്ങനെയാണ് അങ്ങ് എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? ധാരാളം പേര് വരുന്നു, ആരോടും അങ്ങൊന്നും സംസാരിക്കുന്നുമില്ല, എന്നാൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരവും നടക്കുന്നു. ഇതെങ്ങനെ സാധിക്കും? അപ്പോഴും സാധു ഒന്നും പറഞ്ഞില്ല. പകരം അദ്ദേഹം ഒരു ദീപം തെളിച്ചു. എന്നിട്ട് ആ ദീപവുമായി ഒരു ഇരുട്ടുമുറിയിലേക്ക് പ്രവേശിച്ചു. ഉടൻ തന്നെ ആ ദീപത്തിന്റെ പ്രകാശം ആ മുറിയിൽ ആകമാനം പടർന്നു. എന്നിട്ട് അദ്ദേഹം യുവാവിനോട് പറഞ്ഞു: നോക്കൂ, ഞാനൊന്നും ചെയ്തില്ല, ഞാൻ കേവലം ഒരു ദീപം മാത്രമാണ്. എപ്പോൾ ഞാൻ പ്രകാശിക്കുന്നുവോ അപ്പോൾ ഞാൻ ഇരുട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഇരുട്ട് അവിടെ നിന്നും ഇല്ലാതാവുകയും അവിടെ പ്രകാശം പരക്കുകയും ചെയ്യുന്നു. അതുപോലെ താങ്കളും ആയിത്തീരൂ. സ്വയം പ്രകാശിക്കൂ, പ്രകാശം പരത്തൂ. അപ്പോൾ താങ്കളിലൂടെ അനേക ആത്മാക്കൾക്ക് അവരുടെ ജീവിതത്തിനുള്ള വഴി കാട്ടിക്കൊടുക്കാൻ സാധിക്കും. അതായത് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. സംഭാഷണത്തെക്കാൾ കൂടുതൽ പ്രകാശമായി തീരുക എന്നുള്ളതാണ് ഇതിന്റെ സാരാംശം. എപ്പോഴാണോ നമ്മൾ സ്വയം ആത്മസാക്ഷാത്കാരത്തിന്റെ സ്ഥിതിയിൽ എത്തുന്നത്, അപ്പോൾ നമ്മുടെ അടുക്കലേക്ക് എത്തുന്ന അനേക ആത്മാക്കൾക്കും അവരുടെ സത്യസ്വരൂപത്തിന്റെ ആ ദർശനമുണ്ടാവും. അവരും ചൈതന്യ ലൈറ്റ് മൈറ്റ് ഹൗസായി മാറും. ഇന്ന് ബാബ്ദാദ നമുക്ക് നൽകുന്ന വരദാനമാണ് അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾക്ക് യഥാർത്ഥമായ ലക്ഷ്യം കാണിച്ചു കൊടുക്കുന്ന ചൈതന്യ ലൈറ്റ് മൈറ്റ് ഹൗസായി ഭവിക്കൂ. അലഞ്ഞു തിരിയുന്ന ഏതൊരാത്മാവിനും അവരുടെ യഥാർത്ഥ ദിശ അല്ലെങ്കിൽ ലക്ഷ്യം കാണിച്ചു കൊടുക്കുന്നതിന് നമ്മൾ ഓരോരുത്തരും ചൈതന്യ രൂപത്തിലുള്ള ലൈറ്റ് ഹൗസും മൈറ്റ് ഹൗസും ആകണം. ഇതിനായി 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്ന്, ഓരോ ആത്മാവിൻ്റെയും ആഗ്രഹങ്ങൾ എന്താണ് അത് മനസ്സിലാക്കാൻ സാധിക്കണം. ഒരു യോഗ്യനായ ഡോക്ടർ ഒരു രോഗിയുടെ നാഡി നോക്കി അസുഖം മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ ആത്മാക്കളെയും അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കണം. രണ്ടാമതായി, നമ്മുടെ പക്കൽ എന്തെല്ലാം ഖജനാവുകളുണ്ടോ ആ
ഖജനാവുകളുടെ എല്ലാം അനുഭവത്തെ നമ്മൾ നിലനിർത്തണം. ഈ ലക്ഷ്യം വെക്കണം. ഞാൻ കുറച്ച് കേൾപ്പിക്കുന്നു, അതിനേക്കാൾ ഉപരി സർവസംബന്ധങ്ങളുടെയും സർവശക്തികളുടെയും അനുഭവം ചെയ്യിപ്പിക്കണം. ദാറ്റ് ഈസ് എക്സ്പീരിയൻസ് ഓറിയന്റഡ് ആയിരിക്കണം. ഒത്തിരി സംസാരിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല, പകരം അവരെ അനുഭവം ചെയ്യിക്കുക. അപ്പോൾ ഈ വരദാനത്തിലെ പ്രധാനമായിട്ടും 2 പോയിന്റ്സ് എന്താണ്? ഓരോ ആത്മാവിൻ്റെയും ആഗ്രഹങ്ങളെ തിരിച്ചറിയാൻ സാധിക്കണം. ഒരു ഡോക്ടർ രോഗിയുടെ അസുഖം നാടി നോക്കി മനസ്സിലാക്കുന്നത് പോലെ നമ്മളും ഓരോ ആത്മാക്കളുടെയും അവരുടെ അന്തരംഗത്തിൽ, അന്തരാത്മാവിൽ ഒളിഞ്ഞിരിക്കുന്ന അവരുടെ യഥാർത്ഥ ആഗ്രഹം എന്താണ് അത് മനസ്സിലാക്കാൻ സാധിക്കണം. ആദ്യം നമുക്കറിയുന്ന പല ആളുകളും പുറമേ ചിരിക്കുമായിരിക്കാം, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പൊട്ടിക്കരയുകയായിരിക്കും. ചില പുറമേ നല്ല ധാർമ്മികമായിട്ടൊക്കെ കാണിക്കാം, പക്ഷെ അവരും സത്യമായ സ്നേഹത്തിന് വേണ്ടി അലയുകയായിരിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾ അംഗീകരിക്കേണ്ടത് എന്താണ്, മനസ്സിലാക്കേണ്ടത് എന്താണ്? ആർക്കെങ്കിലും ശാന്തി കൊടുക്കണം, ചിലർക്ക് സംരക്ഷണം കൊടുക്കണം, ചിലർക്ക് സന്തോഷം കൊടുക്കണം, ചിലർക്ക് സുഖം കൊടുക്കണം. അതായത് ഓരോ ആത്മാവിൻ്റെയും നാഡിയിടുപ്പ് വ്യത്യസ്തമാണ്. അവരുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ വ്യത്യസ്തമായിരിക്കും. അത് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി മറ്റൊരു വിഷയം, സർവ ഖജനാവുകളുടെ അനുഭവം നമ്മുടെ പക്കൽ ഉണ്ടായിരിക്കും. ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അത് നമ്മുടെ പക്കൽ വേണമല്ലോ. ഈ വരിയുടെ അർത്ഥം എന്താണ്? സ്വയം നമ്മൾ നമ്മളെ പ്രതി ശാന്തി, സ്നേഹം, ആനന്ദം, ജ്ഞാനം, ശക്തികൾ മുതലായ ആത്മിക ഖജനാവുകൾ കൊണ്ട് നിറഞ്ഞിരിക്കണം. അതെന്താണെന്ന് അറിയുക മാത്രമല്ല, ഓരോ സമയത്തും ഈ പറഞ്ഞ ഖജനാവുകളെ നമ്മൾ അനുഭവിക്കുകയും വേണം. ഈ അനുഭവത്തിന്റെ സ്ഥിതിയിൽ നമ്മൾ ഇരിക്കുന്നപ്പോൾ നമ്മുടെ അടുക്കൽ വരുന്ന അനേക ആത്മാക്കൾക്കും ഇതിന്റെ അനുഭൂതി ചെയ്യിപ്പിക്കാൻ സാധിക്കും. നമ്മൾ കുറച്ച് സംസാരിച്ചത് കൊണ്ട് ഒരുപക്ഷെ ആർക്കും മനസ്സിലായി എന്ന് വരില്ല. പകരം നമ്മൾ അനുഭവിക്കുന്ന സ്ഥിതി എന്താണോ ആ സ്ഥിതിയുടെ വൈബ്രേഷൻ മറ്റുള്ള ആത്മാക്കൾക്ക് അനുഭവപ്പെടണം. ഓം ശാന്തി.